അങ്ങനെ ഒരു നാണക്കേടില്ല. എല്ലാവരും ഭയങ്കര സഹകരണമാണ്. അമ്മമാരും അച്ഛന്മാരും എല്ലാം തന്നെ വന്ന് കഞ്ഞി കുടിക്കുന്നുണ്ട്. പിന്നെ ഇന്നുവരെ മുടങ്ങിയിട്ടില്ല. ആൾക്കാരിങ്ങനെ സമീപിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പ്രധാനമായിട്ടും ആൾക്കാർ വിവാഹം, വിവാഹ വാർഷികം, ചരമവാർഷികം, ബർത്ത്ഡേ, പാലുകാച്ചി അങ്ങനെ എന്ത് വിശേഷ ദിവസങ്ങളുണ്ടെങ്കിലും ഇവിടെ കഞ്ഞി നടത്തുന്നതിന് തയ്യാറായിട്ടാണ് ആൾക്കാർ വരുന്നത്. ഈ ഇവർക്ക് നടത്തുന്ന ഒരു പാർട്ടിക്കും ഒരു പ്രസ്ഥാനത്തിനൊക്കെ ഉപരിയായിട്ട് ഒരു മാനവ സേവ എന്ന രീതിയിൽ അന്നദാനം നടത്തുക എന്നുള്ളത് വളരെ പുണ്യമായ ഒരു കർമ്മമാണ്. നമസ്കാരം. വളരെ അനുകരണീയമായ ഒരു മാതൃക ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഇന്ന് ഈ വാർത്ത ഞങ്ങൾ ചെയ്യുന്നത്. ഇത് മണമ്പൂർ CHS ഹോസ്പിറ്റലാണ്. ഇവിടെ ദിവസേന അല്ലോ മെമ്പറെ NCD ക്ലിനിക്കുള്ള ദിവസമാണ്. ജീവിതശൈലി രോഗക്കാരെന്ന് പറഞ്ഞാൽ പ്രായമായ ആൾക്കാരാണ്. അപ്പോൾ അവർ വരുന്ന ദിവസം അപ്പോൾ ആഫ്റ്ററും ബിഫോറും ഫുഡ് അങ്ങനെ ഉള്ളതാണല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വ്യാഴം ശനി ദിവസങ്ങളിൽ 2 ദിവസം വയ്ക്കുന്നു. മാസത്തിൽ 10 ദിവസം കൊടുക്കുന്നു. അതായത് അന്നം കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ പുണ്യമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതാണ് ഇവിടെ നടക്കുന്നത്. ഈ പറയുന്ന ജീവിതശൈലി രോഗങ്ങൾക്ക് വേണ്ടി ചികിത്സ തേടി വരുന്ന ആ ദിവസങ്ങളിൽ ഇവിടെ കഞ്ഞി കൊടുക്കുന്നത് ഒരു പാർട്ടിയുടെയോ ആരെങ്കിലും ആരുടെയും സംഘടന അല്ല നടത്തുന്നത്. ഇത് ഓരോ വ്യക്തികളാണ് അല്ലേ? അതെ, പൊതുജനങ്ങളുടെ പങ്കാളിത്തത്തോടു കൂടി നമ്മൾ നടത്തുന്നതാണ്. ഇത് പൊതുജനങ്ങളാണ് നടത്തുന്നത്. അതിന്റെ ഫണ്ട് 1500 രൂപയാണ്. അത് തരുമ്പോൾ നമ്മൾ ഈ ദിവസങ്ങൾ കാറ്ററിംഗ് യൂണിറ്റാണ് കഞ്ഞിയും പയറും കൊണ്ടുവരുന്നത്. ഇത് ചേട്ടാ, ഇത് ആൾക്കാരെ സമീപിക്കുമോ ഇങ്ങനെ? ഇല്ലല്ല, ആൾക്കാർ ഇങ്ങോട്ട് വന്ന് സമീപിക്കുകയാണ് ചെയ്യണത്. കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്യണം. പക്ഷെ നമുക്ക് കൊടുക്കാൻ ഡേറ്റ് ഇല്ല. അപ്പോൾ ഇന്ന് തരണം പറ്റത്തില്ല. അടുത്ത ഡേറ്റ് ഉണ്ടെങ്കിലേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. എന്തായാലും എല്ലാ വ്യാഴാഴ്ചയും ശനിയാഴ്ചയും NCD ക്ലിനിക്കുള്ള ദിവസങ്ങളിൽ ഇത് ഇവിടെ നടക്കും. ചേച്ചിയാണോ കാറ്ററിംഗിന്റെ ഉത്തരവാദിത്തം? കാറ്ററിംഗ് എല്ലാ ചേച്ചിയാണ് ചെയ്യുന്നത് അല്ലേ? കഞ്ഞി എന്തൊക്കെ കൊടുക്കുന്നത്? കഞ്ഞിയും കറി അല്ലേ? ഇതാണ് കൊടുക്കുന്നത് അല്ലേ? നിങ്ങൾ തന്നെ വണ്ടി കൊണ്ടുവന്ന് ഇവിടെ കൊടുക്കും. എന്തായാലും ലാഭമൊന്നും നോക്കാതെയൊക്കെയാണ് എല്ലാവരും കൂടി സഹകരിച്ച് ഇങ്ങനെ ഈ കഞ്ഞിയൊക്കെ വിതരണം ചെയ്യുന്നത്. ഒരുപാട് രോഗികൾക്ക് ആശ്വാസമാവുകയാണ് ഈ ഒരു അന്നദാനം. ഇതുവരെ മുടങ്ങിയിട്ടില്ല. ഇല്ല, മുടങ്ങിയിട്ടില്ല. ഒരു തവണ നമുക്ക് ഒരു പ്രശ്നം ഉണ്ടായി. ഇവിടെ ഹോസ്പിറ്റലിൽ പ്രശ്നമുള്ള സമയത്ത് നമുക്ക് അത് ചെയ്യാൻ നടത്തിയിട്ടില്ല. ഒരു ദിവസം ഒറ്റത്തവണ. ബാക്കി എല്ലാ ദിവസവും നമ്മളത് ചെയ്തിട്ടുണ്ട് ഇവിടെ. അല്ലാതെ നമ്മളൊന്നും നടത്തായിരുന്നിട്ടില്ല. എല്ലാവരും അങ്ങനെ ഒരു നാണക്കേടില്ല. എല്ലാവരും ഭയങ്കര സഹകരണമാണ്. അമ്മമാരും അച്ഛന്മാരും എല്ലാം തന്നെ വന്ന് കഞ്ഞി കുടിക്കുന്നുണ്ട്. പിന്നെ ഇന്നുവരെ മുടങ്ങിയിട്ടില്ല. ആൾക്കാരിങ്ങനെ സമീപിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം പിന്നെ ചിലരെല്ലാം ചില ദിവസങ്ങളിൽ കഞ്ഞിക്ക് പോരായിട്ട് ചോറ് നൽകുന്ന ഒരു പരിപാടി, ബിരിയാണി നൽകിയിട്ടുള്ളതുണ്ട്. എന്തായിരുന്നാലും ഞങ്ങൾ പറയും കഞ്ഞിയാണ് ഏറ്റവും ഉത്തമം. കാരണം രോഗികളായിട്ടുള്ള ആൾക്കാരല്ലേ. അപ്പോൾ അവർ കഞ്ഞിയും പയറും മതി എന്ന് പറയാറുണ്ട്. പ്രധാനമായിട്ടും ആൾക്കാർ വിവാഹം, വിവാഹ വാർഷികം, ചരമവാർഷികം, ബർത്ത്ഡേ, പാലുകാച്ചി അങ്ങനെ എന്ത് വിശേഷ ദിവസങ്ങളുണ്ടെങ്കിലും ഇവിടെ കഞ്ഞി നടത്തുന്നതിന് തയ്യാറായിട്ടാണ് ആൾക്കാർ വരുന്നത്. അതെ ഇല്ല, ഞങ്ങൾക്ക് വളരെ അസൗകര്യമാണെങ്കിൽ ആരെങ്കിലും വിളിക്കുമെന്നേ ഉള്ളൂ. അങ്ങനെ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഈ ദിവസം ഞങ്ങൾ രണ്ടുപേരും ഇവിടെ എത്താനായിട്ട് ശ്രമിക്കും. വന്ന് ഞങ്ങൾ രണ്ടുപേരും തന്നെയാണ് കഞ്ഞി കഴിക്കുന്നത്. എന്തായാലും ഞാൻ ഈ ഒരു അന്നദാനം ഞാനും കഴിച്ചു നോക്കുന്നുണ്ട്. ഈ ഇവർക്ക് നടത്തുന്ന ഒരു പാർട്ടിക്കും ഒരു പ്രസ്ഥാനത്തിനൊക്കെ ഉപരിയായിട്ട് ഒരു മാനവ സേവ എന്ന രീതിയിൽ അന്നദാനം നടത്തുക എന്നുള്ളത് വളരെ പുണ്യമായ ഒരു കർമ്മമാണ്. അത് ഹോസ്പിറ്റലിൽ എത്തുന്ന സർക്കാർ ഹോസ്പിറ്റലിൽ സമീപിക്കുന്ന ആൾക്കാരൊക്കെ വളരെ എന്താ പറയുക, ഒരു മിഡിൽ ഫാമിലിയിലുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞത് വളരെ വലിയ കാര്യമാണ്. ഇത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ വാർത്ത ചെയ്യുന്നത്. വിസ്മയസിനുവേണ്ടി ക്യാമറമാൻ റജുനൊപ്പം ശ്രീത്തുമാരാർ സൈനിങ് ഓഫ്.